ഈ തുടരും എന്ന സിനിമ വലിയ നല്ല പേര് കേൾക്കുകയാണ്. അതായത് നമുക്കറിയാം എമ്പുരാൻ്റെ ക്ഷീണം മാറ്റാൻ തുടരുമിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തരുൺ മൂർത്തിയുടെ മൂന്നാമത്തെ ചിത്രമാണ്. ഓപ്പറേഷൻ ജാവയായിരുന്നു ആദ്യ ചിത്രം, രണ്ടാമത് സൗദി വെള്ളയ്ക്ക. അത് ഇന്ത്യൻ പനോരമയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ്. നല്ല കഴിവുള്ള സംവിധായകനാണ്. അതോടൊപ്പം തന്നെ താരജോഡികളായ മോഹൻലാലും ശോഭനയും എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ എബ്രഹാം ഖുറേഷിയെ പോലുള്ള അധോലോക നായകനൊക്കെ മാറിക്കൊണ്ട് ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ്, അംബാസഡർ കാറിൻ്റെ ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. ഒരു ത്രില്ലറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ കാണുന്നു ആ സിനിമയെ? ഞാൻ സിനിമ കണ്ടിട്ടില്ല. ബിനു കണ്ട സിനിമ? ഞാനും കണ്ടില്ല. നമ്മൾ രണ്ട് സിനിമ കണ്ടിട്ടില്ല. റിവ്യൂസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. റിവ്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ അഭിപ്രായം പറയുന്നത്. എനിക്ക് തോന്നുന്നു എമ്പുരാൻ സിനിമയിൽ മോഹൻലാലിനുണ്ടായ ഒരു ക്ഷീണം, ഹലാലേട്ടൻ എന്ന് വരെ മോഹൻലാലിന് വിളിപ്പേര് കിട്ടി, രാജ്യദ്രോഹി എന്ന് വരെ വിളിച്ചു. മോഹൻലാലിന്റെ സിനിമകൾ ഇനി കാണില്ല എന്ന് വർഷങ്ങളോളം മോഹൻലാലിനെ സ്നേഹിക്കുന്ന മോഹൻലാൽ ആരാധകർ ഈ ഫാൻസ് അസോസിയേഷൻ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ വരെ പറഞ്ഞു ഇനി മോഹൻലാലിന്റെ സിനിമ ഞങ്ങൾ കാണില്ല. അതിനുശേഷം മോഹൻലാൽ ഈ കശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു. അതിന്റെ താഴെ വന്ന 6400 കമന്റിൽ ഒരു 99.9% കമന്റ് മോഹൻലാലിനെതിരെയായിരുന്നു. ആ മോഹൻലാലിനെ ചീത്ത വിളിച്ചുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു കമന്റുകളൊക്കെ വന്നത്. അതിന്റെ ഒരു ക്ഷീണം തുടരയിൽ തീരുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. മോഹൻലാലിനെ അത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം മോഹൻലാൽ പൊതുവെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ മൊത്തത്തിൽ വായിച്ചു നോക്കുക, അങ്ങനെ വന്നങ്ങ് അഭിനയിച്ചു പോകുന്നു, കുറെ ആദ്യം ഒന്ന് നോക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. അദ്ദേഹം എവിടെയോ ചതിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പിന്നീട് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. സത്യത്തിൽ ഞാനൊക്കെ അദ്ദേഹത്തിന് വലിയ ആരാധികയാണ്. നമുക്കൊക്കെ ഒരു ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മുടെ ഇഷ്ട നായകൻ ആരെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എപ്പോഴും പറയുന്നത് ലാലേട്ടൻ. അതിനപ്പുറം നമുക്കൊരു പേരില്ല. ഇടയ്ക്ക് വിമർശിക്കുമെങ്കിൽ പോലും ലാലേട്ടൻ കഴിഞ്ഞേ നമുക്ക് മറ്റാരും ഉള്ളൂ സിനിമാ ഫീൽഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ എമ്പുരാന്റെ ഒരു ഇടിവ്, മോഹൻലാലിന്റെ ഒരു എന്താ പറയുക, മോഹൻലാലിന്റെ ഒരു മാറ്റി നിർത്തപ്പെടൽ ഒക്കെ വന്ന സമയത്ത് ഈ തുടരുമുണ്ടല്ലോ, അതിൽ ലാലേട്ടൻ എങ്ങനെയായിരിക്കും, ആ സിനിമ ഒരു ക്ഷീണം മാറ്റും, മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ കൃത്യമായി അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോ പുറത്തു വരുന്ന റിവ്യൂസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ആക്ടർ തിരിച്ചു വന്നിരിക്കുന്നു. മോഹൻലാലിന്റെ പുരികം, കൈ, കണ്ണ്, മുഖം എല്ലാം അഭിനയിക്കുന്നു ഈ സിനിമയിൽ എന്നാണ് ആരാധകരായാലും റിവ്യൂസ് പറയുന്നവരായാലും സിനിമാ പ്രേമികളായാലും മോഹൻലാൽ വിരോധികൾ വരെ പറയുന്നുണ്ട്. മോഹൻലാൽ മൊത്തത്തിൽ ആറാടുകയാണ് ഈ സിനിമയിൽ. ഈ സിനിമയിലെ സംവിധാനം തരുൺ മൂർത്തിയാണ്. ഇപ്പോൾ നേരത്തെ ബിനു പറഞ്ഞതുപോലെ തരുൺ മൂർത്തി ഇതിനു മുൻപും സിനിമകൾ ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളയ്ക്കൊക്കെ എടുത്ത് വിജയിച്ച ഒരു ആളാണ്. നിർമ്മാണം എം രഞ്ജിത്താണ്. സ്റ്റോറി KR സുനിലാണ്. ക്യാമറ ഷാജികുമാർ. മ്യൂസിക് ജെയിംസ് ബിജോയ്. രജപുത്ര വിഷൻ മീഡിയ ആണ് സിനിമ ഇറക്കുന്നത്. രജപുത്രയും ആശീർവാദും കൂടി ചേർന്നാണ് സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആശീർവാദന് ആന്റണിക്കും എമ്പുരാനിൽ നിന്ന് നല്ല ഒന്നാന്തര അടി കിട്ടി ഉണ്ടായിരുന്നു. ആ അടി ഇതിലൂടെ ഒന്ന് മാറാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ത്രില്ലർ കൂടി ഉൾപ്പെടുത്തി ഒരു സിനിമ. മോഹൻലാൽ എപ്പോഴും സാധാരണ കഥാപാത്രമായി അഭിനയിച്ചു കാണാനാണ് എല്ലാവർക്കും താല്പര്യം, അല്ലെ? കിലുക്കം, ദൃശ്യം, താളവട്ടം, സതയം, പിന്നെ എന്താ പറയാ വടക്കുന്നാഥൻ, അങ്ങനെയൊക്കെ ഉള്ള സാധാരണക്കാരന്റെ ഒരു വേഷമുണ്ടല്ലോ മോഹൻലാലിന്. ബാലേട്ടൻ, ഇതൊന്നും നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷെ നമ്മൾ നാരസിംഹത്തെയും ആറാം തമ്പുരാനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, ദേവാസുരം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ആഗ്രഹിച്ച ഒരു മോഹൻലാൽ. അതായത് ഈ സമൂഹത്തിൽ രണ്ട് പക്ഷം ആക്കാതെ ഒരു കഥാപാത്രം, അത് ഒരു ഹീറോ ആയി വരുന്ന കഥാപാത്രം വില്ലനെ അടിച്ച് തകർക്കുന്ന നന്മ പ്രദാനം ചെയ്യുന്ന മാസ ഡയലോഗുകൾ അടിക്കുന്ന. ആദ്യം ദേവാസുരത്തിലൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ആഭാസനായ ലാലേട്ടനെ കാണുമ്പോൾ പിന്നീട് രേവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുമ്പോൾ ജീവിതം മാറി മറിയുന്നതും അദ്ദേഹം പിന്നീട് നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്നതും, അങ്ങനെ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ. അതിനുശേഷം വന്ന ആറാം തമ്പുരാൻ, അതിൽ നമ്മൾ ഈ മാസ ഡയലോഗൊക്കെ പറയുന്ന ഒരു മോഹൻലാൽ. നരസിംഹത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ, കുറെ മോശം സിനിമകൾ. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് അദ്ദേഹം അങ്ങനത്തെ സിനിമയിൽ അഭിനയിച്ച. വാമനാപുര റെസ്റ്റോറന്റ് എന്തിനാണ് അദ്ദേഹം പോയി ഇതിലൊക്കെ തലവച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് എലോൺ എന്ന് പറയുന്ന ഒരു സിനിമ, അതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളെ പോലെ ഒരു സാധാരണക്കാർക്കൊന്നും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ
കുറെ മോശ സിനിമകൾ അങ്ങനെ തന്നെ പറയണം. മോശ സിനിമ എന്ന് പറഞ്ഞായിരിക്കില്ല അഭിനയിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മോഹൻലാലിന് ഈ കൂട്ടുകാർ ഭയങ്കര വീക്ക്നെസ് ആണെന്ന്. അവര് പറയുമ്പോ സിനിമകളിൽ ചെന്ന് എന്താണെന്ന് പോലും നോക്കാതെ അദ്ദേഹം അഭിനയിക്കും, ചാടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും. എന്തായാലും ദൃശ്യം 1, 2 ഒക്കെ പ്രേക്ഷകർ വലിയ രീതിയിൽ ഏറ്റെടുത്തു. മോഹൻലാലിന്റെ കുടുംബം, മീനയും 2 മക്കളും മോഹൻലാലും അടങ്ങുന്ന കുടുംബത്തെ ജനങ്ങൾ മനസ്സിലേറ്റി സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ ശോഭന കോംബോ. ഇടയ്ക്ക് അതിനെതിരെ വലിയ വിമർശനമൊക്കെ വന്നു. ഒരുപാട് സിനിമകളിൽ അവർ ഒരുമിച്ച് നായകന്മാരായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഒരു വൈശാഖ സന്ധ്യ ആ പാട്ടൊക്കെ ഇപ്പോഴും വളരെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ആ ഒരു ജോഡി വീണ്ടും വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം, മാമ്പഴക്കാലത്തിന് ശേഷം മോഹൻലാൽ ശോഭന ജോഡി, സാഗർ ഏലിയാസ് ജാക്കിയിൽ ഇവർ തമ്മിൽ പിന്നെ കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ജോഡികളായി അഭിനയിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷം വരുന്ന ജോഡി ആയി അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ കാണേണ്ട സിനിമയാണെന്ന് പറയുന്നു. ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. മോഹൻലാലിന്റെ പല ഡയലോഗുകൾ, ഒരു സാധാരണക്കാരൻ കാർ കഴുകുന്ന അല്ലെങ്കിൽ ടാക്സി ഓടിച്ച് ജീവിതം നോക്കുന്ന ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, അത് ഓരോരുത്തരുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ കാണാൻ നമുക്കൊരു ഉൾക്കണ്ട. ഇന്നിപ്പോ ടിക്കറ്റ് ഇല്ല എന്നൊക്കെ, ഇന്ന് കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ടിക്കറ്റ് ഇല്ല എന്ന് പലരും പറയുന്നു. ഹൗസ്ഫുൾ ആണ്. ഇത് എമ്പുരാനെ പോലെ തള്ളല്ല, ടിക്കറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റേ ഇല്ലാതെ വന്ന സിനിമ, കാരണം വിഷുവിന് റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ആ സമയത്ത് എമ്പുരാന്റെ വിവാദങ്ങളിൽ ഈ സിനിമ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയം ഇതിന്റെ അണിയറ അതിന്റെ ഒരു ഭയം ചില അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും തുടർന്നുകൊണ്ടേയിരിക്കും. വിജയത്തിന്റെ തുടർച്ചയാണ് തുടരും എന്നതിലൂടെ. എന്താണ് വിനു ഒരു കലാകാരൻ കൂടിയാണ്. അങ്ങനെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലിന്റെ സിനിമകൾ, ധന്യ പറഞ്ഞതുപോലെ കുട്ടിക്കാലം മുതലേ മോഹൻലാലിന്റെ സിനിമകൾ, മോഹൻലാലിന്റെ അഭിനയം ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് വന്നൊരു മോഹൻലാൽ ഫാനായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് മോഹൻലാൽ ഈ പറഞ്ഞതുപോലെ ഒടിയൻ സിനിമ മുതൽ ഇങ്ങോട്ട് ഈ താടി വടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നിസ്സഹായനായ മോഹൻലാലിൻ്റെ ഒരു അവസ്ഥയെ ഞാൻ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് അക്കാര്യത്തിൽ. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ കുറേ സിനിമകൾ, ഈ എമ്പുരാന് മുമ്പ് ഇറങ്ങിയ മലൈക്കോട്ട വാലിബനും ബറോസ്, അങ്ങനെ കുറേയേറെ ചിത്രങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു എന്ന് പോലും നമുക്ക് തോന്നും. അതേസമയം ആ കാലഘട്ടത്തിൽ ഇപ്പോഴും മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ 100 കോടിക്കും 500 കോടിക്കും പിന്നാലെ പോകുന്നില്ല. പുതിയ സംവിധായകരുടെ നല്ല കണ്ടന്റുകൾ നോക്കി പുതിയ സംവിധായകർക്ക് അവസരം കൊടുത്തുകൊണ്ട് ആ സിനിമകൾ ഹിറ്റാക്കാൻ, ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമകൾ ഹിറ്റാക്കാൻ കഴിയുന്നു. അതുവഴി ആ സംവിധായകരും രക്ഷപ്പെടുകയാണ്. അദ്ദേഹം ആ കണ്ടന്റുകൾ നോക്കുന്നതിൽ ഇപ്പോൾ കാതൽ എന്ന് പറഞ്ഞ സിനിമ, നൻപകൽ നേരത്ത് മയക്കം, അതോടൊപ്പം തന്നെ പുഴു, ഇപ്പം ഈ അടുത്ത് വന്നിട്ടുള്ള മമ്മൂട്ടി സിനിമകളൊക്കെ, ഇപ്പം ടർബോ പോലുള്ള സിനിമ അത് വേറൊരു തരത്തിലാണ്. പക്ഷേ അല്ലാതെ ഉള്ള ഓരോ സിനിമകൾ ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാലും മമ്മൂട്ടി വളരെ ശ്രദ്ധിച്ചാണ്. ഇപ്പം ഈ ലേറ്റസ്റ്റ് വന്ന സിനിമ അത്ര നല്ല അഭിപ്രായമല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ബസൂക്ക എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മോഹൻലാലിൻ്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഈ തുടരും പോലുള്ള സിനിമകൾ, അതായത് ഈ അതിമാനുഷികതയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഈ സാധാരണ കഥാപാത്രങ്ങളിലേക്ക് വന്നുകൊണ്ട് അത്തരത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടുക എന്നുള്ളതുപോലെ പല വിവാദങ്ങൾ മോഹൻലാലിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഒടിയൻ സിനിമയ്ക്ക് വേണ്ടി, അതിന് ശേഷമാണ് താടി എടുക്കാൻ കഴിയാത്തത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എത്രമാത്രം ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ആ പഴയ കാലഘട്ടത്തിലെ മോഹൻലാലിൻ്റെ അഭിനയത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. പല സിനിമകളിലും നമുക്കത് അഭിനയം കാണുമ്പോൾ അറിയാം. പക്ഷേ ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഈ സിനിമ കണ്ടില്ല, ഇതിൽ ആ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.